സോ ഹലോ ഗൈസ്, അങ്ങനെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എല്ലാം കണ്ട് ഇനി ഞങ്ങൾ പോകുന്നത് മൂന്നാറിലേക്കാണ്. ഇവിടുന്ന് നമുക്ക് 2 വഴിയുണ്ട് മൂന്നാറിലെത്താൻ. ഒന്ന് കേരളത്തിലോട്ട് ഡയറക്റ്റ് മൂന്നാർ പോകാം. അതൊരു 5 മണിക്കൂറാണ് ആ ഒരു യാത്രയുടെ ദൂരം. ബട്ട് ഞങ്ങൾ പോകുന്നത് മലക്കപ്പാറ, വാൽപ്പാറ പോയി തമിഴ്നാടെത്തി തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ച് മൂന്നാറിലേക്കാണ് വരുന്നത്. അറൗണ്ട് 7.5 മണിക്കൂറുണ്ട് ഈ ഒരു ഡ്രൈവ്. മലക്കപ്പാറ വാൽപ്പാറ റോട്ടിലൂടെയുള്ള ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഒരു വൈബാണ് കേട്ടോ. സോ അതൊന്ന് എൻജോയ് ചെയ്യാനാണ് ഞങ്ങൾ ഈ റൂട്ട് ചൂസ് ചെയ്തത്. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെയാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ എടുത്ത അതേ ടിക്കറ്റ് തന്നെ മതി വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ പോകാനും. വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രി പോയിന്റിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്കൊരു പാസ് തരും. ആ പാസ് മേടിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ മലക്കപ്പാറ റോഡിലേക്ക് എൻട്രി ചെയ്യാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, തീരെ നെറ്റ്വർക്ക് ഇല്ലാത്തൊരു റോഡാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഓഫ്ലൈൻ മാപ്സ് ഡൗൺലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉള്ളിൽ കയറിയ നെറ്റ്വർക്ക് കിട്ടത്തില്ല. അപ്പോൾ ഓഫ്ലൈൻ മാപ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അങ്ങനെ ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ നമ്മൾ ആദ്യം കാണുന്ന റോഡ് സൈഡിൽ തന്നെ ആദ്യം കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ചാർപ്പ വെള്ളച്ചാട്ടം. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, ബട്ട് ഒരു അടിപൊളി ഒരു വ്യൂ ആണ്. നല്ല ഉയരമുണ്ട്. നല്ല അടുത്ത് തന്നെ ഈ വെള്ളച്ചാട്ടം കാണാം. സോ ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. സോ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ലെറ്റ്സ് ഗോ. ഓൺ ദ വേ ലക്കിലി ഒരു കരിങ്കുരങ്ങിനെ കാണാൻ പറ്റി, ഒരു കാട്ടുപോത്തിനെയും കാണാൻ പറ്റി. സോ ഓൺ ദ വേ നമ്മൾ കാണുന്നൊരു സ്പോട്ടാണ് ഈ ഷോളയാർ ലോവർ ഡാം റിസർവിയർ. ഇത് കേരളത്തിൻ്റെ ഭാഗത്താണ്. ആക്ച്വലി 2 ഷോളയാർ ഡാം ഉണ്ട് കേട്ടോ. ഒന്ന് ലോവർ ഷോളയാർ ഡാമും മറ്റൊന്ന് അപ്പർ ഷോളയാർ ഡാമും. അപ്പർ ഷോളയാർ ഡാം തമിഴ്നാട്ടിലാണുള്ളത്. നമ്മൾ അതിലെ പോകുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. ഇത് ലോവർ ഷോളയാർ ഡാമിൻ്റെ റിസർവിയർ ആണ്. ഈ 2 ഡാമുകളും ചാലക്കുടി പുഴയുടെ കുറുകെയുള്ള ഡാമുകളാണ് കേട്ടോ. വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ട് ഈ ഡാം ഉപയോഗിക്കുന്നത്. സോ ഇതാണ് ലോവർ ഷോളയാർ ഡാമിൻ്റെ സ്പോട്ട്. ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. സോ അങ്ങനെ ഞങ്ങൾ മലക്കപ്പാറ എത്തി. ഇതുവരെ വന്നുകൊണ്ടിരുന്നത് കാട്ടിലൂടെയായിരുന്നു. സോ ഇനി അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളും അടിപൊളി ലാൻഡ്സ്കേപ്സൊക്കെ കാണാൻ കഴിയും. ഓവർ ചൂടും അധികം മഴയും ഇല്ലാത്തൊരു ടൈമാണ് കേട്ടോ ഇതിലെ കൂടെ പോകാൻ ബെസ്റ്റ് ടൈം. അങ്ങനെ ആദ്യം കണ്ട തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ വണ്ടി നിർത്തി. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര അടുത്ത് തേയില കാണുന്നത്. ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഒരു ഇല പറിച്ച് തിന്നു നോക്കി. സത്യം പറയാലോ, ഭയങ്കര ഒരു കയ്പ്പാണ് കേട്ടോ. വായിലൊരു കയ്പ്പ് വന്നു. അത്ര ഒരു സുഖകരമല്ല പച്ച തേയിലയുടെ ടേസ്റ്റ് എന്ന് മനസ്സിലായി. പിന്നെ മറ്റൊരു കാര്യം, ഈ റോഡ്, ഈ മലക്കപ്പാറ വാൽപ്പാറ റോഡ് രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ആണ് ഓപ്പൺ. അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് പോകാൻ കഴിയില്ല. ആനകളുടെ സാന്നിധ്യം ഉള്ളൊരു റോഡാണിത്. അതുകൊണ്ടാണ് നൈറ്റ് ടൈം ഈ റോഡ് ക്ലോസ് ചെയ്യുന്നത്. അറൗണ്ട് 85 കിലോമീറ്ററിനടുത്ത് ഈ റൂട്ടിൽ പെട്രോൾ പമ്പ് തന്നെ ഇല്ല. മാത്രമല്ല തീരെ നെറ്റ്വർക്കും ഇല്ലാത്തൊരു ഏരിയ ആണ്. സോ ആവശ്യത്തിന് ഫ്യൂൾ ഉണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഇതിലെ വരാൻ പാടുള്ളൂ. സോ ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തു. ചായ കുടി കഴിഞ്ഞ് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ കേരള ബോർഡർ കഴിഞ്ഞു. ഇനി തമിഴ്നാട്ടിലേക്ക് കയറുവാണ്. തമിഴ്നാട്ടിലേക്ക് കയറുമ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യൂ ആണ് ഷോളയാർ അപ്പർ ഡാം. സോ ഗൈസ്, ഇതാണ് ഷോളയാർ അപ്പർ ഡാം. തമിഴ്നാട്ടിലാണ് ഈ ഡാം ഉള്ളത്. ഇവിടുത്തെ വീഡിയോകളൊക്കെ എടുത്ത് ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണ്. ഗൈസ്, ഇതാണ് ഷോളയാർ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. നമ്മൾ വാൽപ്പാറ പോകുന്ന റൂട്ടിൽ അവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന വ്യൂ ആണിത്. അടിപൊളിയല്ലേ? ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് നേരെ റൈറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വാൽപ്പാറ പോകാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നത് പൊള്ളാച്ചിക്കാണ്. സോ ഈ ഹൈവേ വാൽപ്പാറ പൊള്ളാച്ചി ഹൈവേ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് കാർവർ മാർഷ് വ്യൂ പോയിന്റിലാണ്. ഇത് കാർവർ മാർഷിന്റെ സ്റ്റാച്ചു ആണ്. ഇദ്ദേഹമാണ് വാൽപ്പാറയുടെ ഫൗണ്ടർ ആൻഡ് ഡെവലപ്പർ. കാർവർ മാർഷ് ഒരു പ്ലാന്റർ ആയിരുന്നു. ഇദ്ദേഹമാണത്രേ വാൽപ്പാറയിലേക്ക് ഈ ടീ പ്ലാന്റേഷൻ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള സ്റ്റാച്ചു ആണിത്.
വാൽപ്പാറ പൊള്ളാച്ചി റൂട്ടിൽ 32ാമത്തെ ഹെയർ പിൻ ബെൻഡിലാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത്. അദ്ദേഹത്തോടുള്ള ഓർമ്മയ്ക്കായിട്ട് നിർമ്മിക്കപ്പെട്ട സ്റ്റാച്ചു ആണിത്. ഇവിടുന്ന് നോക്കിയാലുള്ള വ്യൂ പോയിൻ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ദൂരെ ആ കാണുന്നതാണ് അപ്പർ ഷോളയാർ ഡാമിൻ്റെ റിസർവെയർ. മഞ്ഞിൽ മൂടി നിൽക്കുന്ന മലനിരകളും അടിപൊളിയൊരു വ്യൂ പോയിൻ്റ് ഒക്കെയുള്ളൊരു സ്പോട്ടാണ്. നിർഭാഗ്യവശാൽ തീരെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടാത്ത ഒരു സ്പോട്ട് കൂടിയാണ്. പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ എങ്കിലും ജസ്റ്റ് ഒരിക്കൽ കണ്ടിരിക്കേണ്ട ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണിത്. അങ്ങനെ കാർവർ മാർഷ് വ്യൂ പോയിന്റിൽ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ യാത്ര തുടരുവാണ്. ഇനി അടുത്ത ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണമെന്നാണ്. ചെറുതായിട്ട് വിശന്ന് തുടങ്ങി. ഇനി കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര. അങ്ങ് ദൂരെ ആ കാണുന്നില്ലേ, അതാണ് അലിയാർ ഡാം. അലിയാർ ഡാമിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഈ കാണുന്നത്. സോ ഇനി അവിടെ എത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആവണം, എന്തെങ്കിലും കഴിക്കണം. സോ അങ്ങോട്ടേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. പൊള്ളാച്ചിക്ക് അടുത്തുള്ള ഒരു ഡാമാണ് ഈ അലിയാർ ഡാം. ഈ ഒരു വ്യൂ പോയിന്റിൽ ഇങ്ങനെ പാർക്ക് ചെയ്യാനുള്ള സ്പോട്ടൊന്നും ഇല്ല കേട്ടോ. സൈഡിലേക്കൊക്കെ കാറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടിട്ട് എടുത്ത വീഡിയോ ആണ്. ബാക്കി വിശേഷങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. സോ അതുവരെ താങ്ക് യു ഗൈസ്, ഇത്ര നേരം എൻ്റെ സൗണ്ട് കേട്ടോണ്ടിരുന്നതിന്. അങ്ങനെ ഞങ്ങൾ അലിയാർ ഡാമിൻ്റെ അടുത്തെത്തി. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ ടയേർഡായി. അതുകൊണ്ട് കുറച്ചു നേരം കാറിൽ തന്നെ ഒന്ന് കിടന്നുറങ്ങി. ബട്ട് കണ്ണ് തുറന്നപ്പോഴത്തേക്കും രാത്രി ആയിപ്പോയി. എന്നാൽ പിന്നെ ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് മുന്നോട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് കുറേ മീനുകളൊക്കെ തൂക്കിയിട്ടേക്കുന്ന ഒരു കട കണ്ടത്. എന്നാൽ പിന്നെ അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് തീരുമാനിച്ചു. ചലോ ഗായ്സ്, നമുക്കിനി മീൻ കടയിലെ വിശേഷങ്ങൾ അറിയാം. ഇത് 200, இதெல்லாம் 350, இது 400, அது 450. இது சீ ஃபிஷ் ஆனோ இல்ல டேம் ஃபிஷ். டேம் ஃபிஷ் இல்ல இல்ல டேம் ஃபிஷ்ல இதெல்லாம் ரொம்ப தெளிவா இருக்கும், ரொம்ப டேஸ்டா இருக்கும். ടേസ്റ്റ് ആയിരിക്കും. ഇത് മീനിന്റെ പേരെന്ത്? இது டேம் பாறை, ഇത് டேம் ஷீலா, അത് இது கட்லா, അതോ அது கட்லா வால். ഇതെല്ലാം ഓരോന്നെടുത്തോ, 1 2 3 ഇത് ഓരോ പീസ്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഓർഡർ ചെയ്ത മീൻ കഷ്ണങ്ങളെല്ലാം ഞങ്ങളുടെ ടേബിളിലെത്തി. പറയാൻ മാത്രം മോശമൊന്നും ഇല്ലായിരുന്നു, കൊള്ളാവുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു. ഡാം ഫിഷിൻ്റെ ഒരു ചെറു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആഡ് ചെയ്ത മസാലേൻ്റെ ആണോ അതോ ഫ്രൈ ചെയ്തതിൻ്റെ ആ ഒരു രീതിയാണോ എന്നറിയില്ല, എന്നാലും മോശമില്ലായിരുന്നു, നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു മീനിൻ്റെത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യുവാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. ഇവിടുന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ഞങ്ങൾ പോകുന്നത് നേരെ മൂന്നാറിലേക്കാണ്. നോക്കുക ഗൈസ്, ഇവിടെ 101 രൂപയാണ് കേട്ടോ പെട്രോളിൻ്റെ വില. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വരുവാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു ഫോറസ്റ്റിലൂടെയാണ്. ഒരു 12:30 മൂന്നാർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 4 ദിവസത്തെ ലീവാണ് ഞങ്ങൾ എടുത്തത്. അതുകൊണ്ടാണ് ഈ നൈറ്റ് കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ടി വരുന്നത്. കാരണം ഈ ചെറിയ ദിവസം കൊണ്ട് ഇത്രയും സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും ടയേർഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ വണ്ടി അപ്പോൾ തന്നെ സൈഡാക്കി കിടന്നുറങ്ങും. ഞങ്ങൾ മൂന്നാറെത്തി. അപ്പം ഇന്നൊരു ദിവസം വണ്ടിക്കകത്ത് തന്നെ കിടക്കാമെന്ന് കരുതുന്നു അല്ലേ. അപ്പോൾ നാളെ രാവിലെ എണീറ്റ് ഫ്രഷപ്പ് ഒക്കെ ആയി. നല്ല ടയേർഡാണ്, അപ്പോൾ വണ്ടിക്കകത്ത് തന്നെ കിടന്നുറങ്ങുന്നു. സോ ഗുഡ് നൈറ്റ്, സോ ഗുഡ് മോർണിംഗ്. ഒരു അടിപൊളി ഉറക്കമായിരുന്നു, അതും ഈ മൂന്നാറിൻ്റെ തണുപ്പത്ത്. ഉറങ്ങി നന്നായിട്ട്. കൊതുകില്ലാത്തതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. സോ ഇവിടെയാണ് ഇന്നലെ വണ്ടി നിർത്തിയിട്ടത്. റോഡിൻ്റെ സൈഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ വണ്ടിക്കുള്ളിൽ തന്നെ കിടക്കാൻ പറ്റി. ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഇങ്ങനെ വഴി സൈഡിൽ നല്ല തണുപ്പത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങനെ കിടക്കുക എന്ന് പറയുന്നത്. കുറേ പരിപാടികളുണ്ട് ഇനി. ആദ്യം ഒന്ന് ഫ്രഷപ്പ് ആവണം, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് ഈ മൂന്നാർ മുഴുവൻ കറങ്ങണം. അതിൻ്റെ പ്ലാനിംഗ് ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കൊളുക്കുമല എന്ന് പറഞ്ഞൊരു ഹിൽ പോയിൻ്റ് ഉണ്ട്. സോ അങ്ങോട്ടുള്ളൊരു ട്രെക്കിംഗ് ഞങ്ങൾ ഇന്നലെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ അടുത്ത വീഡിയോസിലുണ്ടാവും. സോ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ഇനി മൂന്നാറിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇനി മൂന്നാറിലേക്ക് പോവാം നമുക്ക്. ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം, ഞങ്ങൾ ഇന്ന് ആനപ്പുറത്ത് കയറുന്നുണ്ട്. സത്യം പറയാലോ, ഇതിനു മുമ്പ് ഞങ്ങൾ ആനേനെ തൊട്ടിട്ടുമില്ല, ആനേൻ്റെ പുറത്ത് കയറിയിട്ടുമില്ല. ഞങ്ങൾ മൂന്നാറിൽ നിന്ന് ആദ്യം പോകുന്നത് കർമ്മൽഗിരി എലിഫൻറ്റ് പാർക്ക് എന്ന ഒരു ലൊക്കേഷനിലേക്കാണ്. സോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലുണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്.
അങ്ങനെ ഞങ്ങൾ മൂന്നാർ എത്തി. സോ ഗൈസ്, ഇതാണ് കേട്ടോ മൂന്നാർ. നല്ലൊരു തണുത്ത ഒരു ക്ലൈമറ്റാണ് ഇവിടെ. ഇവിടെ വന്നാൽ ഇവിടെ ഫ്രഷപ്പ് ആവാൻ ടൗണിൽ തന്നെ റൂംസൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ടൗണൊക്കെ ഒരിക്കൽ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1924 മൂന്നാറിലൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഈ ടൗൺ കംപ്ലീറ്റ് ആയി വെള്ളത്തിനടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. സോ ഈ കാണുന്നതാണ് ഗൈസ് മൂന്നാറിൻ്റെ ഒരു ഫുൾ വ്യൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് കർമ്മലഗിരി ബസിലിക്കയിലാണ്. ഇവിടുന്ന് നേരെ നോക്കിയാൽ ഒരു അമ്പലം കാണാം, ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഒരു മോസ്കും കാണാം. ഇത്രയൊക്കെയാണ് മൂന്നാർ വരെയുള്ള യാത്രയുടെ വിശേഷങ്ങൾ. ഇനി ഞങ്ങളുടെ യാത്രയുടെ അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആ കിണികിണി ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണേ. ഞങ്ങളുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഗൈസ്, ബൈ ഫോർ നൗ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.